നമസ്കാരം. കേരള വിഷൻ ന്യൂസിൽ ഇന്നത്തെ കേരളം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയ യൂട്യൂബിൽ കാണാൻ കേരള വിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ഡൽഹിയിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിൽ 6.6 തീവ്രത രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി 10:20 അനുഭവപ്പെട്ട ചലനം നീണ്ടുനിന്നത് 3 സെക്കൻഡോളം. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമായി 6 മരണം. ഇടുക്കിയിലെ കാട്ടാന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. വയനാട്ടിൽ നിന്നുള്ള രണ്ടാമത്തെ കുങ്കിയാനയും ഇടുക്കിയിലെത്തി. ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ശാന്തൻപാറ, ചിന്നക്കനാൽ പഞ്ചായത്തുകളിൽ ഇന്ന് യോഗം. ലൈഫ് മിഷൻ കള്ളപ്പണ ഇടപാട് കേസിൽ സന്തോഷ് ഈപ്പനെ ED വിശദമായി ചോദ്യം ചെയ്യും. റെഡ് ക്രസന്റ് നൽകിയ 3.8 കോടി രൂപ കോഴയായി നൽകിയെന്ന് സന്തോഷ് ഈപ്പന്റെ മൊഴി. കോഴ നൽകിയത് ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദ് ചൗക്രിക്ക്. കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. അന്തരിച്ച ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിലിന്റെ സംസ്കാരം ഇന്ന്. സംസ്കാര ശുശ്രൂഷകൾ ചങ്ങനാശ്ശേരി മെട്രോപൊളിറ്റൻ പള്ളിയിൽ. സംസ്കാരം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ. ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം വഹിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. മത്സരം ഉച്ചയ്ക്ക് 1:30 ചിദംബരം സ്റ്റേഡിയത്തിൽ. ജയിക്കുന്നവർക്ക് പരമ്പര സ്വന്തമാക്കാം.